പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ ഒന്ന് പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ നിന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ലൂക്കാ എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ വായനയ്ക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതാണ് ഞാൻ ആദ്യത്തെ വാക്യം വായിച്ചത്. ഇപ്പോൾ യേശു പഠിപ്പിച്ച പ്രാർത്ഥന അത് രണ്ട് തരത്തിൽ സുവിശേഷങ്ങൾ കാണാം. മത്തായി എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിനും ലൂക്കാ എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിനും രണ്ടും ഒരു പ്രാർത്ഥന തന്നെയാണ്. പക്ഷേ ലൂക്കായുടെ സുവിശേഷത്തിൽ വളരെ ചുരുക്കമാണ്. 5 കാര്യങ്ങൾ പറയുക, 5 യാതനകൾ. മത്തായിൽ 7 അഭിസംബോധനയും വ്യത്യാസമുണ്ട്. ഇവിടെ ലൂക്കായിൽ പിതാവേ എന്നേ ഉള്ളൂ, സ്വർഗസ്ഥനായ പിതാവേ എന്ന് മത്തായിലും. യേശുവാണ് പഠിപ്പിച്ച പ്രാർത്ഥന. എങ്ങനെ പ്രാർത്ഥിക്കണം, എന്തു പ്രാർത്ഥിക്കണം എന്ന് യേശു പഠിപ്പിക്കുകയാണ്. ആദ്യമേ യേശുവിൻ്റെ മാതൃക എടുത്ത് കാണിക്കുന്നു. യേശു പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോഴാണ് ശിഷ്യന്മാർ ചോദിക്കുന്നത് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? ഓർക്കുക, പ്രാർത്ഥിക്കുന്നത് പിതാവിനോടാണ്. അബ്ബ. കൊച്ചു കുഞ്ഞുങ്ങൾ അപ്പനെ വിളിക്കുന്ന വാക്കാണ് അബ്ബ അരമായ ഭാഷയിൽ. അപ്പോൾ ആ ഒരു സ്നേഹത്തോടെ, വിനയത്തോടെ, അടുപ്പത്തോടെ പ്രാർത്ഥിക്കുക. എൻ്റെ അപ്പനാണ് ദൈവം, അപ്പോൾ എനിക്ക് ആവശ്യമായതെല്ലാം തരും. 5 കാര്യം പ്രത്യേകം പറയുന്നുണ്ട്, അദ്ദേഹം നോക്കുക. അപ്പോൾ എനിക്ക് ആവശ്യമായതെല്ലാം തമ്പുരാൻ തരുമെന്നുള്ള ബോധ്യത്തോടുകൂടി ഈ പ്രാർത്ഥന, ഇത് ഇങ്ങനെ പ്രാർത്ഥിക്കുമെന്ന് പറയുന്നത് ഇത് തന്നെ പറയണമെന്നല്ല അർത്ഥമാക്കുക. പ്രാർത്ഥനയ്ക്ക് ആവശ്യമായ മനോഭാവം, പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ, ഇതൊരു മാതൃകയാണ്. അപ്പോൾ ഈ ദൈവത്തെ പിതാവായി കണക്കാക്കുമ്പോൾ നമ്മളെല്ലാവരും മക്കളാണെന്നും പരസ്പര സഹോദരങ്ങളാണെന്നും നമുക്ക് ആവശ്യമായതെല്ലാം ദൈവം തരുമെന്നുള്ള ബോധ്യത്തോടുകൂടി ഈ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന നമുക്ക് എന്നും പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക, അബ്ബ എന്ന് വിളിക്കുമ്പോൾ ദൈവം നമ്മുടെ പിതാവാണ്, നമ്മൾ ആവശ്യമുള്ളത് തരും. അതുപോലെ എല്ലാവരും സഹോദരങ്ങളാണ്. അതുകൊണ്ട് അവരുടെ പേരിലും എനിക്ക് പരിഗണന ഉണ്ടാകണം. അപ്പം നമ്മളെല്ലാവരും ഒരേ പിതാവായ ദൈവത്തിൻ്റെ മക്കളാണെന്ന ബോധ്യത്തിലൂടെ പ്രാർത്ഥിക്കാനും ജീവിക്കാനുള്ള കൃപ നമുക്ക് ദാനം ചെയ്യട്ടെ. നിൻ വഴിയേ